ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി വന്നൊരു പ്രൊമോ ആണ്. ഈ ഒരു പ്രൊമോയിൽ ലാലേട്ടൻ PR ടീമുകളെ പറ്റിയാണ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഈ പറയുന്ന PR ടീമുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആക്ടിവിറ്റി ബിഗ് ബോസ് ഹൗസിൽ കൊടുത്ത സമയത്ത് ഈ പറയുന്ന PR ടീമുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഭയങ്കരമായിട്ടൊരു സംവാദം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായ സമയത്ത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് PR ടീമുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഷോക്ക് എന്തെങ്കിലും ഒരു മോശക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് നിന്നൊരു സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എടുക്കുകയും ലാലേട്ടൻ ഇത് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുമെന്ന്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. PR എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾ കൃത്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 16 ലക്ഷം രൂപയോളം ഒരു PRന് കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ സമ്മതിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു PR ആരാണെന്ന് അന്വേഷിച്ചു പോകുമല്ലോ. അത് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6ലെ വിന്നറായിട്ടുള്ള ജിൻഡോന്റെ PRന് തന്നെയാണ് അനുമോൾ ഏകദേശം 15 ലക്ഷം രൂപ 16 ലക്ഷം രൂപ കൊടുത്തിട്ട് PR കൊടുത്തിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു PR വർക്കർ എന്ന് പറയുന്നത് വിനു വിജയ് എന്ന് പറയുന്ന ഒരു PR വർക്കറാണ്. പുള്ളിക്കാരൻ്റെ ജോബ് തന്നെ ഇതൊക്കെ തന്നെയാണ്. സിനിമ, ഈ പറയുന്ന അതുപോലെ തന്നെ സീരിയൽസ്, ഈ പറയുന്ന റിയാലിറ്റി ഷോ, ബിഗ് ബോസ് എന്നീ സ്ഥലങ്ങളിലൊക്കെ PR വർക്കുകൾ എടുത്ത് അവർക്ക് കുറച്ച് ഹൈപ്പ് കയറ്റി കൊടുക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഷോക്ക് ഇതൊരു മോശമായിട്ട് ബാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ കിട്ടുന്ന വോട്ടുകളിൽ PR ടീമുകളുടെ ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലും ഇത് ചോദ്യം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഷോക്ക് ഒരു പ്രശ്നമുണ്ടാക്കും എന്നുള്ള രീതിയിൽ ബിഗ് ബോസും ലാലേട്ടനും അത് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് PR ടീമുകൾ ആർക്കൊക്കെ ഉണ്ട്, അവരെന്തൊക്കെ വർക്കിംഗ് ആണ് ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ലാലേട്ടൻ ചോദിച്ചറിയാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. ലാലേട്ടൻ കുറച്ച് കലിപ്പിലാണ്, ലാലേട്ടൻ കുറച്ച് ചൂടായൊക്കെയാണ് എന്താണ് PR എന്നൊക്കെ ചോദിക്കുന്നത്. അതിലുപരി അനീഷ് വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് PR വർക്കിംഗ് ഒന്നുമില്ല, ബിഗ് ബോസ് ഇവർ വെറുതെ പറയുന്നതാണ്, എൻ്റെ നാട്ടിൽ പോയി അന്വേഷിക്കണം, ഞാൻ PR കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ അനീഷും കുറേ കാര്യങ്ങൾ PRനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന അക്ബർ ഖാനും ബിന്നി സെബാസ്റ്റ്യനും ആര്യനും ഒക്കെ ഓൾറെഡി PR വർക്ക് കൊടുത്തിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നതെന്നും നമുക്ക് ഓൾറെഡി ഈ പറയുന്ന PR ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുന്ന സമയത്ത് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അക്ബറൊക്കെ പറയുന്ന മറുപടിയൊക്കെ നമുക്ക് ഭയങ്കര ചിരിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ്. ലാലേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെയാണ് അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രസകരമായിട്ടും അക്ബർ ഈ പറയുന്ന PRനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും PR വർക്കിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ച ബിഗ് ബോസ് ഹൗസിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അനുമോൾ 16 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് PR വർക്ക് കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ ഒരു ടോക്ക് വന്ന സ്ഥിതിക്ക് ലാലേട്ടൻ ഇത് വേണ്ട രീതിയിൽ എടുക്കും, അതിനെ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി തന്നെ സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ PR ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ ട്രോളി വിടും, അല്ലെങ്കിൽ PR ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ കുറച്ച് ചൂടാവും. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. പിന്നെ PR വർക്ക് കൊടുത്തു എന്ന് വെച്ചുകൊണ്ട് ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ വിജയിക്കണമെന്നൊന്നുമില്ല. സീസൺ 6ൽ ജിൻഡോനൊരു എക്സാമ്പിളായിട്ട് പറയുന്നവരാണ് ഭൂരിഭാഗം പേരും. ജിൻഡോ വിജയിക്കാനായിട്ട് പറ്റിയ ഒരു വ്യക്തിയായിരുന്നില്ല, PR വർക്കിംഗ് ഉള്ളതുകൊണ്ടാണ് വിജയിച്ചത്. പക്ഷേ ജിൻഡോ അത്യാവശ്യം ആ ഒരു സീസണിൽ കോണ്ടന്റ് കൊടുത്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് തന്നെയാണ് ജിൻഡോ ആ ഒരു സീസണിൽ വിജയിച്ചത്. പിന്നെ ശേഷം പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചില കേസുകളിലും അതുപോലെ തന്നെ ചില മോശപ്പെട്ട കാര്യങ്ങളിലും ജിൻഡോൻ്റെ പേരിങ്ങനെ വന്നപ്പോഴാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ PR ഉള്ളതുകൊണ്ടാണ് ജിൻഡോ വിജയിച്ചത് എന്നുള്ളൊരു രീതിയിൽ സംസാര വിഷയം ഉണ്ടായത്. പക്ഷെ ആ ഒരു സമയത്ത് ഈ പറയുന്ന ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് തന്നെയാണ് ജിൻഡോ ജയിച്ചത് എന്നുള്ളത് 100% കൺഫേംഡ് തന്നെയാണ്. ഈ ഒരു സമയത്തും അനുമോൾ തന്നെ ബിഗ് ബോസ് ഹൗസിൽ കോണ്ടന്റ് കൊടുത്ത് അനുമോൾക്ക് ഓൾറെഡി ഉള്ള സപ്പോർട്ട് തന്നെയാണിത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കുറച്ചുകൂടി PR വർക്ക് കൂടി കിട്ടുന്ന സമയത്ത് കുറച്ചുകൂടി ഹൈപ്പൊക്കെ കയറ്റിക്കൊണ്ട് അനുമോൾക്ക് ഇപ്പോൾ കുറച്ചുകൂടി വിജയ സാധ്യത കൂടുന്നത്. അല്ലാണ്ട് PR വർക്ക് കൊടുത്തു 16 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ബിഗ് ബോസ് സീസണിൻ്റെ വിജേതാവാകാനായിട്ട് സാധിക്കില്ല. കാരണം ജനങ്ങൾ ഈ പറയുന്ന റിയാലിറ്റി ഷോ കാണുന്നത് വ്യക്തമായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിലൂടെയാണ്. എല്ലാവർക്കും ഓരോരോ കാഴ്ചപ്പാടുകളുണ്ട്, അതിനനുസരിച്ചായിരിക്കും അവരോരോ കണ്ടസ്റ്റൻസിനെ വിലയിരുത്തുന്നതും അവർക്ക് വോട്ട് കൊടുക്കുന്നതും. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്